അത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുരുമുളകും മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ കൂടിയിട്ടല്ലേ നല്ല അടിപൊളി സ്മെല്ല്. കഴിക്കാൻ അപ്പം തന്നെ ഇങ്ങനെ കൊതിയാവുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണം അറിയോ? എഗ് പെപ്പർ ഫ്രൈ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വേഗം നോക്കാം. അപ്പം അതാ നമ്മൾ 10 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ മുട്ടയ്ക്ക് ഒന്ന് തോലൊക്കെ പൊളിച്ച് നല്ല പോലെ വെക്കാം കേട്ടോ. നമുക്ക് മുട്ടയ്ക്ക് പൊളിച്ച് വെക്കണം. അപ്പം അതാ ഫസ്റ്റത്തെ മുട്ട നമ്മൾ തോലൊളിച്ച് വെച്ചു. അപ്പോൾ അത് നമ്മൾ മുട്ടയൊക്കെ നല്ലോണം തോലൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നടുക്കിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 2 കഷ്ണമാക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ടേ? അപ്പം നമുക്ക് അതിനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തത് ആ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിക്ക് ഓരോരോ മുട്ടകൾ ഇങ്ങനെ പെറുക്കി വെക്കാം കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ കൈ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ കയ്യിലേക്കൊക്കെ. നമ്മൾ എല്ലാതും അതിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സംഭവങ്ങൾ ചേർക്കണ്ടേ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇതേപോലെ ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ. ഈ സമയത്ത് നല്ലോണം തീയൊന്നും കത്തിക്കണ്ട കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് കൂടുതലും നോട്ടല്ലേ. അപ്പം ഇനി നമുക്കിത് വേഗം മറിച്ചിടാം. നമ്മളിതാ ഒന്ന് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാളി. ഇനി നമുക്കിത് നല്ലപോലെ ആക്കുക. ഇത് കട്ടി കുറഞ്ഞതായിട്ടേ മറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം. ഇത് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാതും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തും കുറച്ച് ഉപ്പും കുരുമുളകും കൂടി നമുക്ക് വിതറി കൊടുക്കണം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ഈ ഭാഗത്ത് കേട്ടോ, കാരണം നമ്മൾ ആ എണ്ണയിലൊക്കെ ഉപ്പ് ഇങ്ങനെ ആയിട്ടുണ്ടാവും. കുരുമുളക് പൊടി പിന്നെ അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ. അതാണ് ഈ ഡിഷിൻ്റെ ടേസ്റ്റ്. ചെറിയ തീയിൽ കിടന്ന് അങ്ങനെ വേവണത്. ഇനി നമുക്കിതൊക്കെ ഈ ഭാഗം കൂടി തിരിച്ച് ഇട്ടെടുക്കാം കേട്ടോ. പൊട്ടിത്തെറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇതാ പുറത്ത് ചാടിയിട്ടുണ്ട്. ദൈവമേ. ഇനി എല്ലാതും ഈ ഭാഗം നമുക്ക് തിരിച്ചു ഈ ഭാഗം കൂടി വേവിച്ചു കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ടിട്ട് അത് കുറച്ച് ചൂടേറി, ഇരുമ്പിൻ്റെ ചട്ടിയല്ലേ മനുവോ, അപ്പോൾ ചൂടേറുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതാ നമ്മളെല്ലാതും മറിച്ചിട്ടു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതെടുത്തിട്ട് വരാം. ഇതാ മല്ലിച്ചപ്പ് ഇതേപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ നമ്മളെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങി വെച്ചിട്ടേ നല്ലൊരു പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ. അത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുരുമുളകും മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ കൂടിയിട്ടല്ലേ നല്ല അടിപൊളി സ്മെല്ല്. കഴിക്കാൻ അപ്പം തന്നെ ഇങ്ങനെ കൊതിയാവുന്നുണ്ട്. നമുക്കിത് വേഗം എടുത്ത് മാറ്റിയിട്ട് വേഗം കഴിച്ചു വെക്കാം. അപ്പോൾ അതാ നമ്മൾ സാധനം ഞാൻ നല്ലൊരു പ്ലേറ്റിക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കഴിച്ചു വെക്കണ്ടേ? അപ്പോൾ കഴിച്ചു വെക്കണതിന് പിന്നെ കുറച്ച് സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താല്ലേ. അപ്പോൾ നമ്മളെ സംഭവം ഇതാ റെഡി ആയിട്ട് കഴിച്ചു വെക്കാനായിട്ട് നമുക്ക് ചിന്നപ്പേട്ടനെ കിട്ടിയിട്ടുണ്ട് ഇന്ന്. ചിന്നപ്പേട്ട ഇവിടെ ഇതാ പയ്യനെ കെട്ടാൻ വേണ്ടി വന്നാ. അപ്പോൾ ചിന്നപ്പേട്ട കഴിച്ചു വെക്കാലോ? എന്നാ കഴിച്ചു വെക്കി. അത് എടുത്തിട്ട് സോസിലൊക്കെ നല്ലപോലെ മുക്കിയിട്ട് കഴിച്ചുകൂടി. ആണോ? കുരുമുളകിന്റെ രസമൊക്കെ വരുന്നുണ്ടല്ലോ. കുരുമുളക് ഞാൻ നല്ലോണം ഇട്ടിട്ടുണ്ട് ഇതില്. വേറെ കാര്യമായിട്ടൊന്നുമില്ല, കുരുമുളക് ഉപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. അത് സോസാണ്, തക്കാളീസിന്റെ സോസ്. ഞാനിങ്ങനെ ഒരു ഭംഗിക്ക് ഒഴിച്ചെടുത്താണ്. അപ്പൊ ഇഷ്ടായി, നല്ല രസമുണ്ട്. അപ്പൊ ഞാനും കൂടി കഴിച്ചു നോക്കല്ലേ? ആ കുരുമുളകിന്റെ ടേസ്റ്റ് ഒക്കെ നല്ലോണം കിട്ടില്ലേ? സോസും കൂടി ആയപ്പോഴേ ഭയങ്കര ടേസ്റ്റ് ഇല്ലേ? കഴിക്കേ നോക്കിക്കല്ലേ. പിന്നെ അവിടെ കൊതി പിടിച്ച് നിൽക്കണൊക്കെ ഉണ്ട് മനു. ആ പിന്നെ അവന് കൊടുക്കാം.
അവനാണ് എന്നോട് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞതേ. അപ്പം അധികം അവന് കൊതി പിടിപ്പിക്കാൻ പാടില്ല. അപ്പൊ തരട്ടോ അവനാ. അപ്പം ഇതേപോലെ ഉണ്ടാക്കി കഴിക്കട്ടെ എല്ലാവരും. നല്ല രസമുണ്ട്, സിമ്പിൾ, വേഗം ഉണ്ടാക്കാൻ കഴിയും എല്ലാവർക്കും. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. നല്ലവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അല്ലേ. പിന്നെ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയത് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിലേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ രാജൻ നാളെ ടേസ്റ്റ് ചെയ്യാൻ രാജനെ കിട്ടി നമുക്ക്. അപ്പോ കഴിച്ചോളി. ആ പൈക്കൾ അവിടെ ഉണ്ടല്ലേ, കീപ്പിട്ട് ഇറങ്ങിപ്പോയോ? അത് സാരില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, അപ്പൊ ആരും ബേജാറാവണ്ട, ഇടങ്ങേറാവണ്ട. എല്ലാരും വെച്ചോളി, തിന്നോളി.